സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് 100 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. പ്യൂർ എക്സാമിന്റെ കട്ട് ഓഫ് വെച്ചിരിക്കുന്നത് 90 മാർക്കാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ കിട്ടുന്ന മാർക്ക് കമന്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? മൗണ്ട് ബാറ്റൺ പ്രഭു. മൗണ്ട് ബാറ്റൺ പ്രഭുവായിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ. സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ജനറൽ ആര് എന്ന് ചോദിച്ചാൽ സി രാജഗോപാലാചാരിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ. 1526 നടന്നതും ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ തുടക്കത്തിന് കാരണമായതുമായ പ്രധാന യുദ്ധം ഏത്? 1526 നടന്നതും ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ തുടക്കത്തിന് കാരണമായതുമായ പ്രധാന യുദ്ധം ഏത്? ഒന്നാം പാനിപ്പത്ത് യുദ്ധമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഒന്നാം പാനിപ്പത്ത് യുദ്ധം. ഇന്ത്യൻ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ആര്? ഇന്ത്യൻ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി. പ്രശസ്തമായ കൊണാർക്ക് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? കൊണാർക്ക് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷയാണ്. ഒഡീഷ. താഴെ തന്നിട്ടുള്ള സൂചനകൾ ഏത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? തന്നിരിക്കുന്നു. 1885 ബോംബെയിൽ ആദ്യ സമ്മേളനം, ആദ്യത്തെ അധ്യക്ഷൻ WC ബാനർജി, ജാതി മത പ്രാദേശിക ചിന്തകൾക്കെതിരെ ദേശീയ ബോധം വളർത്തുക, മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ 2 ചിന്താധാരകൾ ഉടലെടുത്തു. ഇത് ഏത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് 1885 ബോംബെയിലാണ്. ആദ്യത്തെ അധ്യക്ഷനാരായിരുന്നു WC ബാനർജി. ജാതി മത പ്രാദേശിക ചിന്തകൾക്കെതിരായി ദേശീയ ബോധം വളർത്തുക, അതുപോലെ മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ 2 ചിന്താധാരകൾ ഉടലെടുത്തു. ഇതെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13 1919 ഏപ്രിൽ 13. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മഹാത്മാഗാന്ധിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മഹാത്മാഗാന്ധി. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, മഹാത്മാഗാന്ധി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞത്? ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കമന്റ് ചെയ്യുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കമന്റ് ചെയ്യുക. ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ആര്? ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതിയത് ജവഹർലാൽ നെഹ്റു. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായ ധോളവീര നിലവിൽ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ധോളവീര നിലവിൽ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലാണ്. ഗുജറാത്ത്. ധോളവീര ഏത് സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സിന്ധു നദീതട സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായ ധോളവീര സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. അടുത്ത ചോദ്യം,
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് അനി ബസന്റ്. അനി ബസന്റ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. പ്രസ്താവന 1. ചെറുകുടലിൽ കാണുന്ന വിരലുകൾ പോലുള്ള വളർച്ചകളാണ് വില്ലസ്ലുകൾ. പ്രസ്താവന 2. വില്ലസ്ലുകൾ ജലം, ലവണം ഇവയുടെ ആഗിരണത്തിന് സഹായിക്കുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരിയാണ്. 2 പ്രസ്താവനകളും ശരിയാണ്. പ്രസ്താവന 1 പറഞ്ഞിരിക്കുന്നു ചെറുകുടലിൽ കാണുന്ന വിരലുകൾ പോലുള്ള വളർച്ചകളാണ് വില്ലസ്ലുകൾ. വില്ലസ്ലുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? ചെറുകുടലിലാണ് കാണപ്പെടുന്നത്. വിരലുകൾ പോലെയാണ് ഇത് കാണപ്പെടുന്നത്. ഇനി പ്രസ്താവന 2 പറഞ്ഞിരിക്കുന്നു വില്ലസ്ലുകൾ ജലം, ലവണം ഇവയുടെ ആഗിരണത്തിന് സഹായിക്കുന്നു. 2ഉം ശരിയാണ്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആര്? ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. ഡൽഹൌസി പ്രഭു. ദത്തവകാശ നിരോധന നിയമം നിർത്തലാക്കിയത് ആരാണ്? കാനിങ് പ്രഭുവാണ്. നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭു, നിർത്തലാക്കിയത് കാനിങ് പ്രഭു. സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ നാമം എന്തായിരുന്നു? സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ നാമം നരേന്ദ്രനാഥ് ദത്ത. നരേന്ദ്രനാഥ് ദത്ത. ആരുടെ യഥാർത്ഥ നാമമാണ്? സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ നാമമാണ് നരേന്ദ്രനാഥ് ദത്ത. ഖജുരാഹോ ക്ഷേത്രങ്ങൾ നിർമ്മിച്ച രാജവംശം ഏതാണ്? ഖജുരാഹോ ക്ഷേത്രങ്ങൾ നിർമ്മിച്ച രാജവംശം ചന്ദേല രാജവംശമാണ്. ഓപ്ഷൻ ഡി ചന്ദേല രാജവംശം. ഖജുരാഹോ ക്ഷേത്രങ്ങൾ നിർമ്മിച്ച രാജവംശം ഏതാണ്? ചന്ദേല രാജവംശം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗാ നദിയാണ്. ഓപ്ഷൻ ബി ഗംഗ. വിസ്തീർണം അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? വിസ്തീർണം അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയാണ്. ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. ലോകത്തിലെ സമുദ്രങ്ങളിൽ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏത്? ലോകത്തിലെ സമുദ്രങ്ങളിൽ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ്? മരിയാന ട്രെഞ്ചാണ്. മരിയാന ട്രെഞ്ചാണ് സമുദ്രങ്ങളിൽ ഏറ്റവും ആഴം കൂടിയ ഭാഗം. പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ഗർത്തമാണിത്. അപ്പം മരിയാന ട്രെഞ്ച് സ്ഥിതി ചെയ്യുന്നത് ഏത് സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രത്തിലാണ്. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ബംഗളൂരു ആണ്. ബംഗളൂരു. നിയന്ത്രണ രേഖ ലൈൻ ഓഫ് കൺട്രോൾ LOC ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള അതിർത്തിയാണ്? നിയന്ത്രണ രേഖ ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള അതിർത്തിയാണ്? പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തിയാണ്. പാകിസ്ഥാൻ. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി സഹാറ മരുഭൂമിയാണ്. സഹാറ മരുഭൂമി. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ബ്രഹ്മസമാജത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ബ്രഹ്മസമാജം. ഇവിടെ തന്നിരിക്കുന്ന 5 പ്രസ്താവനകളാണ്. ആദ്യത്തേത് ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യും. സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുക. സതി ശൈശവ വിവാഹം എന്നിവ അവസാനിപ്പിക്കുക. പിന്നോക്ക വിഭാഗങ്ങൾക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹിക പുരോഗതിക്കായിട്ട് വാദിച്ചു. ഏത് പ്രസ്ഥാനമാണ്? ബ്രഹ്മസമാജത്തെക്കുറിച്ച് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യുക, അതുപോലെ സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുക, സതി ശൈശവ വിവാഹം എന്നിവ അവസാനിപ്പിക്കുക. ഹിരാക്കുഡ് അണക്കെട്ട് ഏത് നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിക്ക് കുറുകെയാണ്? മഹാനദിക്ക് കുറുകെയാണ്. മഹാനദി. സഹ്യാദ്രി എന്ന പേരിൽ അറിയപ്പെടുന്ന പർവ്വതനിര ഏത്? സഹ്യാദ്രി പശ്ചിമഘട്ടമാണ്. സഹ്യാദ്രി എന്ന പേരിൽ അറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? പശ്ചിമഘട്ടം. സജീവമായ അഗ്നിപർവ്വതങ്ങൾ ഇല്ലാത്ത ഭൂഖണ്ഡം ഏത്? സജീവമായ അഗ്നിപർവ്വതങ്ങൾ ഇല്ലാത്ത ഭൂഖണ്ഡം
ഓസ്ട്രേലിയ. സുന്ദർബൻസ് ഡെൽറ്റ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? സുന്ദർബൻസ് ഡെൽറ്റ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? പശ്ചിമ ബംഗാളിലാണ്. ഓപ്ഷൻ ബി പശ്ചിമ ബംഗാൾ. വിസ്തീർണം അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? വിസ്തീർണം അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം വത്തിക്കാൻ സിറ്റിയാണ്. വത്തിക്കാൻ സിറ്റി. ഇന്ത്യയിലെ സമയവുമായിട്ട് ബന്ധപ്പെട്ട് IST എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? IST എന്നതിൻ്റെ പൂർണ്ണ രൂപം ഓപ്ഷൻ ബി ആണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആണ്. ഓപ്ഷൻ ബി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം IST. ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിൽ എത്ര ഷെഡ്യൂളുകൾ ഉണ്ട്? ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിൽ 12 ഷെഡ്യൂളുകളാണ് ഉള്ളത്. 12 ഷെഡ്യൂളുകൾ. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ രാഷ്ട്രപതിയാകുവാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? ഇന്ത്യൻ രാഷ്ട്രപതിയാകുവാനുള്ള കുറഞ്ഞ പ്രായപരിധി 35 വയസ്സാണ്. 35 വയസ്സാണ് രാഷ്ട്രപതിയാകുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏത്? സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951-52 1951-52 സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ത്യൻ ഉപരാഷ്ട്രപതി പാർലമെന്റിന്റെ ഏത് സഭയുടെ അധ്യക്ഷനാണ്? ഇന്ത്യൻ ഉപരാഷ്ട്രപതി പാർലമെന്റിന്റെ ഏത് സഭയുടെ അധ്യക്ഷനാണ്? രാജ്യസഭയുടെ അധ്യക്ഷനാണ് ഉപരാഷ്ട്രപതി. രാജ്യസഭയുടെ അധ്യക്ഷനാണ് ഉപരാഷ്ട്രപതി. അയിത്തം നിർത്തലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അയിത്തം നിർത്തലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 17 ആണ്. ആർട്ടിക്കിൾ 17. അയിത്തം നിർത്തലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 17. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതിക്ക് എത്ര അംഗങ്ങളെയാണ് നാമനിർദ്ദേശം ചെയ്യുവാൻ കഴിയുക? രാജ്യസഭയിലേക്ക് രാഷ്ട്രപതിക്ക് എത്ര അംഗങ്ങളെയാണ് നാമനിർദ്ദേശം ചെയ്യുവാൻ കഴിയുക? 12 അംഗങ്ങളെയാണ് നാമനിർദ്ദേശം ചെയ്യുവാനായിട്ട് കഴിയുക. 12 അംഗങ്ങൾ. ലോകസഭാ അംഗത്തിന്റെ സാധാരണ കാലാവധി എത്ര വർഷമാണ്? ലോകസഭാ അംഗത്തിന്റെ സാധാരണ കാലാവധി 5 വർഷമാണ്. ലോകസഭാ അംഗത്തിന്റെ സാധാരണ കാലാവധി എത്ര വർഷമാണ്? 5 വർഷം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? മൗലിക കടമകൾ ഭാഗം 4A ആണ്. ഭാഗം 4Aയിലാണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കുന്നതിനായി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരം സുപ്രീം കോടതിയെ കൂടാതെ ഏത് കോടതിക്കാണ് ഉള്ളത്? ഹൈക്കോടതികൾക്കാണ്. സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കുമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉള്ളത്. ഹൈക്കോടതികൾ. ഒരു സംസ്ഥാനത്തെ ഗവർണർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ഒരു സംസ്ഥാനത്തെ ഗവർണർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ബന്ധപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ബന്ധപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഒരു സംസ്ഥാനത്തെ ഗവർണർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ധനകാര്യ ബിൽ പാർലമെന്റിലെ ഏത് സഭയിൽ മാത്രമാണ് ആദ്യം അവതരിപ്പിക്കുവാൻ കഴിയുക? ധനകാര്യ ബിൽ അല്ലെങ്കിൽ മണി ബിൽ ഏത് സഭയിലാണ് അവതരിപ്പിക്കുവാൻ കഴിയുക? ലോകസഭയിലാണ്. ലോകസഭ. ഒരു ക്ഷേമരാഷ്ട്രം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഒരു ക്ഷേമരാഷ്ട്രം നിർദ്ദേശക തത്വങ്ങളിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒരു ക്ഷേമരാഷ്ട്രം എന്ന ആശയം ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏത്? 21 നിന്നും 18 വയസ്സായിട്ട് വോട്ടിംഗ് പ്രായം കുറച്ചത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 61ാമത്തെ ഭേദഗതി നിയമപ്രകാരമാണ്. 61ാം ഭേദഗതി. കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ ആരാണ്? കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ പ്രധാനമന്ത്രിയാണ്. സ്വർണത്തിന്റെ രാസചിഹ്നം എന്താണ്? സ്വർണത്തിന്റെ രാസചിഹ്നം AU. ഓസോൺ പാളിക്ക് നാശമുണ്ടാക്കുന്ന പ്രധാന വാതകം ഏത്? ഓസോൺ പാളിക്ക് നാശമുണ്ടാക്കുന്ന പ്രധാന വാതകം
ക്ലോറോ ഫ്ലൂറോ കാർബണുകളാണ്. ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ. ബലത്തിൻ്റെ SI യൂണിറ്റ് ഏതാണ്? ബലത്തിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ. സോഡിയം ക്ലോറൈഡ് എന്ന രാസസംയുക്തത്തിൻ്റെ സാധാരണ നാമം എന്താണ്? സോഡിയം ക്ലോറൈഡ് എന്ന രാസസംയുക്തത്തിൻ്റെ സാധാരണ നാമമാണ് കറിയുപ്പ്. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ. ബാരോമീറ്റർ അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നു. സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലുള്ള ലോഹം ഏത്? സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലുള്ള ലോഹം മെർക്കുറിയാണ്. മെർക്കുറി. ഏത് പോഷകത്തിന്റെ കുറവാണ് ഗോയിറ്റർ എന്ന രോഗത്തിന് കാരണമാകുന്നത്? ഗോയിറ്റർ എന്ന രോഗത്തിന് കാരണമാകുന്നത് അയോഡിൻ്റെ കുറവാണ്. ഗോയിറ്റർ എന്ന രോഗത്തിന് കാരണമാകുന്നത് അയോഡിൻ്റെ കുറവാണ്. ഗുരുത്വാകർഷണ സിദ്ധാന്തം കണ്ടുപിടിച്ചത് ആര്? ഗുരുത്വാകർഷണ സിദ്ധാന്തം കണ്ടുപിടിച്ചത് സർ ഐസക് ന്യൂട്ടൺ ആണ്. ഗുരുത്വാകർഷണ സിദ്ധാന്തം കണ്ടുപിടിച്ചത് സർ ഐസക് ന്യൂട്ടൺ. കോശത്തിന്റെ ഊർജ നിലയം എന്നറിയപ്പെടുന്നത്? കോശത്തിന്റെ ഊർജ നിലയം എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ ആണ്. കോശത്തിന്റെ ഊർജ നിലയം മൈറ്റോകോൺട്രിയ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. മനുഷ്യ ശരീരത്തിന്റെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? കരൾ. വെളിച്ചത്തിന്റെ വേഗത ആദ്യമായി അളന്ന ശാസ്ത്രജ്ഞൻ ആര്? വെളിച്ചത്തിന്റെ വേഗത ആദ്യമായി അളന്ന ശാസ്ത്രജ്ഞൻ ഒലെ റോമർ. ഒലെ റോമർ. ഓപ്ഷൻ ബി. വിറ്റാമിൻ സിയുടെ രാസനാമം? വിറ്റാമിൻ സി അസ്കോർബിക് ആസിഡ്. അസ്കോർബിക് ആസിഡ്. പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിന്ന് ഉപയോഗിക്കുന്ന വാതകം ഏത്? പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിന്നും ഉപയോഗിക്കുന്ന വാതകം ഏത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്. ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണങ്ങൾ ഏതെല്ലാം? ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്നത് ഏതൊക്കെയാണ്? പ്രോട്ടോണുകളും ന്യൂട്രോണുകളുമാണ് ന്യൂക്ലിയസിൽ കാണപ്പെടുന്നത്. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും. പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നുമാണ്? പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നുമാണ്? റഷ്യയിൽ നിന്നുമാണ്. റഷ്യ. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആര്? ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ഡി ഉദയകുമാർ ആണ്. ഡി ഉദയകുമാർ. ഇന്ത്യയുടെ ധനകാര്യ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഏത്? ഇന്ത്യയുടെ ധനകാര്യ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. മുംബൈ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1935. 1935. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ചെയർമാനും മറ്റ് അംഗങ്ങളും ആരെല്ലാമായിരുന്നു? ഓപ്ഷൻ സി ആണ് ഉത്തരം. മൂന്നാമത്തേത്. ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു. അധ്യക്ഷനാരായിരുന്നു ഫസൽ അലി. മറ്റ് അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? KM പണിക്കർ, HN കുൻസ്രു. സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ പര്യവേഷണങ്ങളെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏത്? 1962 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. 1969 ISRO രൂപീകരിച്ചു. ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വിശാഖപട്ടണത്ത് ആരംഭിച്ചു. 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായിട്ട് വിക്ഷേപിച്ചു. നമ്മളോട് ചോദിച്ചത് എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 4 എന്നിവ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 1962 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായ ശരിയാണ്. ISRO രൂപീകൃതമായ വർഷം ഏതാണ്? 1969 ആണ്.
1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി നിക്ഷേപിച്ചു. ശരിയാണ്. ഇനി മൂന്നാമത്തെയാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? തുമ്പയാണ്. തിരുവനന്തപുരത്ത് തുമ്പ. ഇന്ത്യയിൽ ധനകാര്യ വർഷം ആരംഭിക്കുന്നത് ഏത് ദിവസമാണ്? ധനകാര്യ വർഷം ഏപ്രിൽ 1 ഏപ്രിൽ 1. GST എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? GST എന്നതിൻ്റെ പൂർണ്ണ രൂപം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ കറൻസി നോട്ടുകളിലെ ഭാഷാ പാനലിൽ ആകെ എത്ര ഭാഷകളിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്? ഭാഷാ പാനലിൽ 15 ഭാഷകളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 15. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993 ഒക്ടോബർ 12 ഇന്ത്യ ഗവൺമെന്റ് മനുഷ്യാവകാശ കമ്മീഷനെ നിയമിച്ചത്. കമ്മീഷനിൽ 5 അംഗങ്ങൾ ഉണ്ടായിരിക്കും. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്രയായിരുന്നു. പരാതികളുടെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കുന്നതിന് കമ്മീഷൻ അധികാരമുണ്ട്. ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ സി. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായതെന്നാണ്? 1993 ഒക്ടോബർ 12. കമ്മീഷനിൽ എത്ര അംഗങ്ങൾ? 5 അംഗങ്ങൾ. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. 4ാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. അടുത്ത ചോദ്യം, വിംബിൾഡൺ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിംബിൾഡൺ ഏത് കായിക ഇനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ ഡി ടെന്നീസ് ആണ്. ഓപ്ഷൻ ഡി ടെന്നീസ്. പ്രശസ്ത ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കർക്ക് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച വർഷം? സച്ചിൻ ടെണ്ടുൽക്കർക്ക് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് 2014. 2014. ബുള്ളി എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബുള്ളി ഹോക്കിയാണ്. ഹോക്കി. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന സ്വകാര്യ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. സ്വകാര്യ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ കാലയളവിലാണ്. 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വകാര്യ സ്വത്തവകാശം മൗലികാവകാശ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. നിലവിൽ ഭരണഘടനയുടെ 300A വകുപ്പിലാണ് സ്വകാര്യ സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി. 2, 3 മാത്രം ശരി. 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വകാര്യ സ്വത്തവകാശ മൗലികാവകാശ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. ശരിയാണ്. നിലവിൽ ഭരണഘടനയുടെ 300A വകുപ്പിലാണ് സ്വകാര്യ സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ശരിയാണ്. സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ സ്ഥാപിതമായ വർഷമേത്? യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ സ്ഥാപിതമായത് 1945. 1945. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. ജനീവ. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ. ഇന്ത്യയുടെ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? 4 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. സത്യമേവ ജയതേ എന്ന മുണ്ടകോപനിഷത്തിൽ നിന്നെടുത്ത മുദ്രാവാക്യം ദേശീയ ചിഹ്നത്തിന്റെ അടിഭാഗത്ത് ആലേഖനം ചെയ്തിരിക്കുന്നു. സിംഹം, കാള, കുതിര, ആന എന്നീ മൃഗങ്ങളുടെ രൂപങ്ങൾ ദേശീയ ചിഹ്നത്തിലുണ്ട്.
1947 ഓഗസ്റ്റ് 15 ദേശീയ ചിഹ്നം ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത്. സാരാനാഥിലെ അശോക സ്തംഭത്തിലെ സിംഹത്തോരണമാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായിട്ട് സ്വീകരിച്ചത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഇവിടെ? തെറ്റായിട്ടുള്ളത് ഏത് എന്നാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത് 1950 ജനുവരി 26 ചിഹ്നത്തിന് താഴെയാണ് സത്യമേവ ജയതേ എന്ന് എഴുതിയിരിക്കുന്നത്. ശരിയാണ്. ഈ വാചകം എഴുതിയിരിക്കുന്നത് ഏത് ലിപിയിലാണ്? ദേവനാഗരി ലിപിയിലാണ്. ദേവനാഗരി ലിപി. സിംഹം, കാള, കുതിര, ആന എന്നീ മൃഗങ്ങളുടെ രൂപങ്ങൾ ദേശീയ ചിഹ്നത്തിലുണ്ട്. ശരിയാണ്. സാരാനാഥിലെ അശോക സ്തംഭത്തിലെ സിംഹത്തോരണമാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായിട്ട് സ്വീകരിച്ചത്. ശരിയാണ്. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 ദൗത്യം വിജയകരമായി വിക്ഷേപിച്ച ഇന്ത്യൻ ബഹിരാകാശ ഏജൻസി ഏത്? ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് ISRO ആണ്. ISRO. ലോക പരിസ്ഥിതി ദിനം എന്നാണ് ആചരിക്കുന്നത്? ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. വയനാട്ടിലെ കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായിട്ട് അടയ്ക്കാൻ നിർബന്ധിച്ചു, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തു. എല്ലാം ശരിയായ ഉത്തരങ്ങളാണ്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 4ാമത്തെ പ്രസ്താവനയാണ്. അതായത് എല്ലാം ശരിയാണ്. എന്താണ്? കുറിച്യ കലാപം, ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തി, അതുപോലെ നികുതി പണമായിട്ട് തന്നെ അടയ്ക്കാനായിട്ട് നിർബന്ധിച്ചു, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തു. ഇതെല്ലാം കുറിച്യ കലാപം ഉണ്ടാകുവാനായ കാരണങ്ങളാണ്. കണ്ടൽ കാടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. കണ്ടൽ കാടുകൾ തന്നിരിക്കുന്ന തീരപ്രദേശത്തെ മണ്ണ് പിടിച്ചു നിർത്തുന്നു, സുനാമിയെ തടയുന്നു, മത്സ്യസമ്പത്ത് കുറയാൻ കാരണമാകുന്നു. ശരിയായതാണ്. ശരിയായത് 1ഉം 2ഉമാണ്. തീരപ്രദേശത്ത് മണ്ണ് പിടിച്ചു നിർത്തുന്നു, സുനാമിയെ തടയുന്നു. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? കടുവയാണ്. കടുവ. സൂര്യപ്രകാശത്തിന് ഭൂമിയിൽ എത്താൻ ആവശ്യമായ സമയം ഏകദേശം 8 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെങ്കിൽ 500 സെക്കൻഡ്. 8 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെങ്കിൽ 500 സെക്കൻഡ്. മഴക്കാലത്ത് വ്യാപകമായ കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ഫലപ്രദമായ മാർഗം തിരഞ്ഞെടുക്കുക. വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക, കെട്ടിടങ്ങൾക്ക് ചുറ്റുമുള്ള പാഴ്ചെടികളും മാലിന്യങ്ങളും നീക്കം ചെയ്യുക, ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക. മുകളിൽ കൊടുത്തവയല്ല. എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഇതെല്ലാം തന്നെ കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ഫലപ്രദമായ മാർഗങ്ങളാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. പ്രകൃതിദത്ത പോളിമറായ റബ്ബറിന്റെ മോണോമർ ഏതാണ്? പ്രകൃതിദത്ത പോളിമറായ റബ്ബറിന്റെ മോണോമർ ഐസോപ്രീൻ ആണ്. ഓപ്ഷൻ എ ഐസോപ്രീൻ. പീത വിപ്ലവം, യെല്ലോ റിവല്യൂഷൻ ഏത് ഉൽപ്പന്നത്തിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പീത വിപ്ലവം എണ്ണക്കുരുക്കളുടെ ഉൽപാദനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. എണ്ണക്കുരുക്കൾ. താഴെ പറയുന്നവയിൽ കത്തുന്ന വാതകം ഏതാണ്? കത്തുന്ന വാതകം ഹൈഡ്രജൻ ആണ്. കത്തുന്ന വാതകം ഹൈഡ്രജൻ. കടുവകളുടെ എണ്ണത്തിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം? കടുവകളുടെ എണ്ണത്തിൽ 1ാം സ്ഥാനം മധ്യപ്രദേശാണ്. മധ്യപ്രദേശ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു. 1817 തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി ആര്? തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയത് ഗൗരി പാർവതി ബായി ആണ്. ഗൗരി പാർവതി ബായി. മിഴാവ് എന്ന വാദ്യം പ്രധാനമായും ഉപയോഗിച്ച് അവതരിപ്പിക്കുന്ന കേരളീയ കലാരൂപം ഏത്? മിഴാവ്. കൂടിയാട്ടമാണ്. കൂടിയാട്ടം. കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏത്? കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം
രാജ്യസമാചാരം. രാജ്യസമാചാരം. കേരളത്തിലെ ഓക്സ്ബോ തടാകം ഏതാണ്? ഓക്സ്ബോ തടാകം വൈന്തല തടാകമാണ്. വൈന്തല തടാകം. കേരള നിയമസഭയിൽ ആകെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം. കേരള നിയമസഭയിലെ ആകെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 140. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾ 941. കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കുന്ന ആകെ അംഗങ്ങളുടെ എണ്ണം 9 അംഗങ്ങൾ. കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കുന്ന ആകെ അംഗങ്ങൾ 9. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനം കേരളമാണ്. കേരളം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടക്കായലാണ്. പ്യൂർ എക്സാമിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.